എറണാകുളം നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ അല്പം സമയം നിശബ്ദമായി പ്രാർത്ഥിക്കുവാൻ, മനസ്സിന് സമാധാനം കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമുണ്ട്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എണ്ണമറ്റ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് സാക്ഷിയായ, ദിവസേന അനവധി ആളുകൾ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ എത്തുന്ന കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയതയും വിശ്വാസവും ചരിത്രവും അത്ഭുതങ്ങളും നിറഞ്ഞ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സാധാരണ ഒരു ദേവാലയ സന്ദർശനം മാത്രമല്ല ഇത്. ജീവിതത്തിലെ ചെറിയതും വലിയതുമായ എല്ലാ ഉദ്ദേശങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ മനസ്സ് തുറന്ന് എത്തുന്ന ഒരു അനുഭവമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും സമാധാനം തേടിയാണ് വരുന്നത്. ചിലർ പ്രാർത്ഥനയോടെ, ചിലർ കണ്ണീരോടെ, ചിലർ നന്ദിയോടെ. സാധാരണ ഭക്തർക്ക് പുറമെ നിരവധി പ്രശസ്ത വ്യക്തികളും നിശബ്ദമായി ഇവിടെ എത്തി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ ആത്മീയ ശക്തി സ്വയം പറയുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ കലൂർ സെന്റ് ആന്റണീസ് പള്ളിയുടെ ആത്മീയതയും പ്രാർത്ഥനയും വിശ്വാസവും അനുഗ്രഹങ്ങളും നിങ്ങളായി പങ്കുവയ്ക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന സെന്റ് ആന്റണീസ് നൊവേനയും പ്രത്യേക പ്രാർത്ഥനകളും ഈ പള്ളിയിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ഈ നൊവേനയുടെ പ്രാർത്ഥനകളുടെയും സമയക്രമം ഈ വീഡിയോയുടെ അവസാനം നൽകുന്നതായിരിക്കും. ചൊവ്വാഴ്ചകളിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ലഭിക്കുന്ന പ്രത്യേക കഞ്ഞി നേർച്ച ഇവിടെ എത്തുന്ന വിശ്വാസികൾ ഒരു ഔഷധമായി, ഒരു അനുഗ്രഹമായി തന്നെയാണ് സ്വീകരിക്കുന്നത്. വിശ്വാസത്തോടെ പലരും പറയുന്നു, ഈ കഞ്ഞി ശാരീരികവും മാനസികവുമായ രോഗശാന്തിക്ക് ദൈവം ഉപയോഗിക്കുന്ന ഒരു അനുഗ്രഹ മാർഗമാണെന്ന്. സ്വയം എത്താൻ കഴിയാത്ത രോഗികൾക്ക് ഒരു ചെറിയ അളവിൽ, ഒരു ചെറിയ ടീസ്പൂൺ പോലും ഈ കഞ്ഞി എത്തിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ പങ്കിടലായാണ് ഇവിടെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രത്യേക ബൺ നേർച്ചയും സെന്റ് ആന്റണിയുടെ മധ്യസ്ഥതയിൽ വിശ്വാസത്തോടെ അർപ്പിക്കപ്പെടുന്നു. പള്ളിയുടെ മുന്നിൽ 24 മണിക്കൂറും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന തിരികൾ, അവിടെ തെളിയുന്ന ഓരോ തിരിയും ഓരോ പ്രാർത്ഥനയാണ്, ഓരോ പ്രത്യാശയാണ്, ഒരു അത്ഭുതത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇവിടെ എത്തുന്നവർക്ക് വിശുദ്ധ കുർബാന, കുമ്പസാര സൗകര്യം, നൊവേനയും പ്രത്യേക പ്രാർത്ഥനകളും, അടിമ സമർപ്പണം, കുടുംബ കൗൺസിലിംഗ്, വ്യക്തിഗത കൗൺസിലിംഗ് എന്നിവയെല്ലാം ലഭ്യമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പരിഹാരം കണ്ടെത്താൻ ഈ ദേവാലയം നമ്മെ സഹായിക്കുന്നു. ഈ പള്ളിയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ, ഏറ്റവും ആത്മീയമായി ആഴമുള്ള ഒരു പ്രത്യേകതയാണ് അൾത്താരയുടെ അടിയിലേക്കുള്ള പടികൾ. ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നതിന് പിന്നിൽ ഒരു സാധാരണ ആശയം മാത്രമല്ല, സെന്റ് ആന്റണിയുടെ ജീവിതാന്ത്യകാലത്തും അവസാന യാത്രയിലും സംഭവിച്ച അത്ഭുതങ്ങളാണ്. ചരിത്രം പറയുന്നു, സെന്റ് ആന്റണി സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അടുത്തപ്പോൾ പോലും അവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുകയുണ്ടായി. അദ്ദേഹം കടന്നുപോയ വഴികളിൽ ജനങ്ങൾ അനുഗ്രഹം അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു ഒരു അത്ഭുതം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും സംസ്കാര ചടങ്ങുകളുടെ ദിവസവും അനവധി അത്ഭുതങ്ങൾ ലോകമെമ്പാടും സംഭവിച്ചതായി ചരിത്രം പറയുന്നു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു, ജനങ്ങളുടെ ഹൃദയങ്ങൾ പ്രത്യാശയാൽ നിറഞ്ഞു. ഈ അത്ഭുതങ്ങളെയെല്ലാം ഓർമ്മിപ്പിക്കാനാണ് അൾത്താരയുടെ അടിയിൽ വിശ്രമിക്കുന്ന നിലയിൽ സെന്റ് ആന്റണിയുടെ രൂപം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, മരണം പോലും വിശുദ്ധൻ്റെ ശക്തിയെ അവസാനിപ്പിക്കുന്നില്ല എന്ന്. അതുപോലെ തന്നെ അൾത്താരയ്ക്ക് സമീപമുള്ള സെന്റ് ആന്റണിയുടെ നാവിൻ്റെ തിരുശേഷിപ്പ് ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം ഉപയോഗിച്ച വിശുദ്ധൻ്റെ നാവാണ്. ഇന്ന് നിശബ്ദമായി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ദൈവിക സാന്നിധ്യമാണത്. വേദനയോടെ എത്തുന്നവർ പ്രത്യാശയോടെ മടങ്ങുന്ന, കണ്ണീരോടെ വന്നവർ സമാധാനത്തോടെ മടങ്ങുന്ന അത്തരമൊരു വിശുദ്ധ സന്നിധിയിലാണ് നമ്മളിന്നുള്ളത്, കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ. ഇത്തരത്തിലുള്ള ആത്മീയതയും വിശ്വാസവും ചരിത്രവും അത്ഭുതങ്ങളും നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനിയും ഇത്തരം അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വിശ്വാസ ചിഹ്നമായി കമൻറ്റ് സെക്ഷനിൽ ആമേൻ എന്ന് ടൈപ്പ് ചെയ്യൂ. ഇവിടുത്തെ തിരുക്കർമ്മങ്ങളുടെ സമയക്രമം ഇപ്രകാരമാണ്. ചൊവ്വാഴ്ചകളിൽ രാവിലെ 6:15 ദിവ്യബലിയും നൊവേനയും, 9:15 നൊവേന, 10:45 ദിവ്യബലിയും നൊവേനയും, 3:30 നൊവേന, 4:30 ദിവ്യബലിയും നൊവേനയും, 6 മണിക്ക് നൊവേന, 7 മണിക്ക് ഇംഗ്ലീഷിലുള്ള നൊവേനയും ദിവ്യബലിയും ഉണ്ട്.
ഞായറാഴ്ചകളിൽ രാവിലെ 7-നും 11-നും 5-നും 7-നും ദിവ്യബലിയുണ്ട്. മറ്റ് ദിവസങ്ങളിൽ രാവിലെ 6:30-നും വൈകിട്ട് 6-നുമാണ് ദിവ്യബലിയുള്ളത്.